ഭരണഘടനയെ തൊട്ട് കളിച്ചാൽ, സുപ്രീം കോടതിയെ തൊട്ട് കളിച്ചാൽ, ജീവൻ നൽകി സംരക്ഷിക്കും, ജീവൻ നൽകി സംരക്ഷിക്കും. പറയുന്നതാരെന്നറിയാമോ? അംബേദ്കറുടെ പട്ടാളം, EMSൻ പട്ടാളം, ൂനക്കികളോർത്തോളൂ. ജനാധിപത്യ കേരളം പറയുന്നു, ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായി എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയിലെ ലോകത്ത് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായി ഈ പരമോന്നത പദവിയിലേക്ക് എത്തിച്ചേർന്ന സുപ്രീം കോടതി അപമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ ഈ രാജ്യത്തെ 142 കോടി ജനം വരുന്ന അവരുടെ മുഴുവൻ പേരുടെയും നീതിമാനായ കാവൽക്കാരന്റെ സ്ഥിതി നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുമ്പോൾ, സംഘപരിവാർ ഈ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുമ്പോൾ ഇതാണ് എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഗതി എന്താകുമെന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം കഴിയും. എന്താണ് ഇതിനാധാരമായ സംഭവം? ഖജുരാഹോയിലെ ഒരു വിഷ്ണു ക്ഷേത്രം, അത് മുഗളന്മാരുടെ കാലത്തോ അതിനു മുൻപോ ആ വിഷ്ണു ക്ഷേത്രത്തിന്റെ തല ഛേദിക്കപ്പെട്ടിരുന്നു. ആ തല പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് സംഘപരിവാറിൽ അംഗമായിട്ടുള്ള ഒരു അഭിഭാഷകൻ. ഇതൊരിക്കലും കോടതിയുടെ മുന്നിൽ സമർത്ഥിക്കാനുള്ളതല്ല, ഇന്ത്യയിലെ നീതിന്യായ കോടതിയുടെ മുന്നിൽ സമർത്ഥിക്കാനുള്ളതല്ല. ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യം, അതിൻ്റെ ഛേദിക്കപ്പെട്ടു പോയ തല, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഛേദിക്കപ്പെട്ടു പോയ തല അങ്ങനെ പുനഃസ്ഥാപിക്കേണ്ടതല്ല എന്ന് മാത്രമാണ് അദ്ദേഹം ആ അഭിഭാഷകനോട് പറഞ്ഞത്. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞ വാദഗതികളെ ഹിന്ദുമതത്തെ മോശപ്പെടുത്തി എന്ന് വളച്ചൊടിച്ച് അദ്ദേഹത്തിനെതിരായി ആക്രമണ ആഹ്വാനം സംഘപരിവാറിന്റെ മുഴുവൻ പ്രൊഫൈലുകളിൽ നിന്നും ആരംഭിക്കുന്ന സ്ഥിതിയുണ്ടായി. നിങ്ങൾ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കേണ്ട ആളുകൾ, ജനാധിപത്യത്തിന് മതനിരപേക്ഷതയ്ക്ക് സംരക്ഷണം നൽകേണ്ട ആളുകൾ, രാജ്യത്തിലെ ഭരണഘടനയ്ക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ അത് ശ്രദ്ധിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിലപാടാണ് രാജ്യത്തിലെ മാധ്യമങ്ങളും അതുപോലെ രാജ്യത്തിലെ പൊതു സംരംഭങ്ങളും പൊതു ഇടങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട്. രാജ്യത്ത് അറിഞ്ഞതോ ലക്ഷണം പോലുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലും ആക്രമിച്ചാൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങളും എന്തെല്ലാം വാർത്തകളുമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ഇവിടെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട കോടതികൾ, ആ കോടതികളുടെ പരമോന്നതമായിട്ടുള്ള നീതിപീഠം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ആക്രമിച്ചിട്ട് പോലും ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഈ രാജ്യത്ത് സംജാതമായിരിക്കുകയാണ്. അത്രമേൽ വർഗീയ ഫാസിസം ഈ രാജ്യത്തെ അധീനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടത്? രാജ്യത്തിലെ 33% വരുന്ന ആളുകൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇതിനെതിരായി അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. പാർശ്വവൽക്കൃതരായിട്ടുള്ള ആളുകൾ ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറാകണമെന്നുള്ളത് PKS അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടികജാതി കോളനികളിലും സങ്കേതങ്ങളിലും ഒക്കെയുള്ള ആളുകൾ രാജ്യത്താകമാനം വളർന്നു വരുന്ന ഈ ദുസ്ഥിതിയെ സംബന്ധിച്ച് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. RSSനെ സംരക്ഷിക്കുവാനും RSSന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന രാജ്യത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഇക്കാര്യം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കണമെന്നും വരാനിരിക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് അവർ ജാഗരൂകരാകണമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്ത, ഈ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. സഖാവിനെ ഏറെ ആദരപൂർവ്വം ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ PKSന്റെ ജില്ലാ പ്രസിഡന്റ്
ഇവിടെ സ്വാഗതം ആശംസിച്ച PKSന്റെ ജില്ലാ സെക്രട്ടറി സൗ സുരേഷ്, PKSന്റെ നേതാവ് മുൻ MLAയുമായിട്ടുള്ള സൗ B സത്യൻ, PKSന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് MB റസൽ, PKSന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് രാജൻ, സഖാവ് സുലഭ, മറ്റ് PKSന്റെ ജില്ലാ നേതാക്കന്മാർ, ഇന്ന് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള PKSന്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഈ പ്രതിഷേധ പരിപാടിക്ക് ആധാരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം നമ്മുടെ ഭരണഘടനയ്ക്ക് വിഭാവന ചെയ്തു. ആ ഭരണഘടന എഴുതിയുണ്ടാക്കി. ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അന്ന് ഈ ഭരണഘടന അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ കൂട്ടരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. സംഘപരിവാർ, RSS ശക്തികൾ അവർ അന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ ഭരണഘടനയെ മാനിക്കുന്നില്ല, ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് ആവശ്യം, ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കറെയും ഞങ്ങൾ മാനിക്കുന്നില്ല. പല സ്ഥലങ്ങളിലും അംബേദ്കറുടെ കോലം കത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നു മുതൽ ആരംഭിച്ചതാണ് നമ്മുടെ രാജ്യത്തെ പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളോടുള്ള ഈ RSSന്റെയും സംഘപരിവാർ ശക്തികളുടെയും പ്രവർത്തനങ്ങൾ. ഇപ്പൊ ഏറ്റവും അവസാനം ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ആ പരമോന്നത നീതിപീഠത്തിൽ ഇങ്ങനെ ഉള്ള ഒരാൾ എത്തുക എന്ന് പറയുന്നത് തന്നെ ദുഷ്കരമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അദ്ദേഹം പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസായി എത്തിച്ചേരുന്നത്. അദ്ദേഹത്തെ ഏറ്റവും മോശപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഒരു അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വേറെ ഒരാളിന്റെ മേൽക്കാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ഷൂസ് എറിയാൻ വേണ്ടി, കയ്യിലിരുന്ന പേപ്പർ ചുരുട്ടി എറിയാൻ വേണ്ടി തയ്യാറായാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യയുടെ ഭരണാധികാരികൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ, ഇന്ത്യയുടെ മറ്റ് മന്ത്രിമാരാകട്ടെ, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ ശരിയായ നടപടിയല്ല എന്ന് പറയാൻ എന്ത് ആർജവമാണ് അവർ കാണിച്ചത്? വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. BR ഗവായി അദ്ദേഹം ഒരു ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അദ്ദേഹം ഈ നിലയിലേക്ക് എത്തി. അദ്ദേഹം വന്നതിന് ശേഷം പലർക്കും അദ്ദേഹത്തിന്റെ കണ്ണിലെ കരടായിട്ട് മാറി. ഇപ്പോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷമാണ് കോടതികളിൽ ആ സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ളത്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ച ഒരു കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട്. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ സമ്പന്നന്മാരിൽ നിന്ന്, കോർപ്പറേറ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സമാഹരിക്കുക. നമ്മുടെ രാജ്യത്ത് ഇത് വളയുന്നില്ല അദ്ദേഹം, അല്ലെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞത് കൂടി ചേർത്ത് നിങ്ങൾ വായിക്കണം. BJPയുടെ സംഘപരിവാറിൻ്റെ വിഷം ചീറ്റുന്ന ആ പ്രഖ്യാപനം ഇന്ന് മാധ്യമങ്ങളിൽ വന്നു. മുഖത്ത് തുപ്പിയാലും 6 മാസത്തെ ശിക്ഷ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഷൂ എറിയൽ മാത്രമല്ല, മുഖത്ത് തുപ്പിയാൽ അതുകൂടി ചെയ്ത് ആ കർമ്മം പൂർത്തിയാക്കണമെന്ന വളരെ മ്ലേച്ഛമായിട്ടുള്ള പരാമർശം നടത്തപ്പെട്ടതും ഈ കാലത്ത് നമ്മൾ കണ്ടതാണ്. സംഘപരിവാർ ഉയർത്തുന്ന ഈ വർഗീയമായിട്ടുള്ള അജണ്ട ഏറ്റുപിടിക്കപ്പെടുന്ന നമ്മോടൊപ്പം നിൽക്കുന്ന സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് പറ്റുന്ന നിലയിൽ നമ്മുടെ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടുള്ള പട്ടികജാതി ക്ഷേമ സമിതി രാജ്യത്ത് ഉടനീളം പ്രക്ഷോഭ സമരങ്ങളിലേക്ക്
വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട സുരേഷിൻ്റെയും സുനിലിൻ്റെയും അതുപോലെ റസലിൻ്റെയും നമ്മുടെ സ്നേഹിതരായിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ കൂട്ടായ്മ ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ നമുക്കാകില്ല. ഇത് വരുന്ന നാളുകളിൽ നമ്മൾ സാധാരണ മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രിയപ്പെട്ട സഖാക്കളും സുഹൃത്തുക്കളും തയ്യാറാകണം. വളരെ വേഗം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാക്കന്മാരുടെയും സുഹൃത്തുക്കളുടെയും ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, അതിരിവിടുന്ന ദളിത് വിരുദ്ധത, അതാണ് PKS ഇതിനെ വിലയിരുത്തുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവമാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചത്. കാരണം രാജ്യത്തിന്റെ പ്രതീകമാണ് നീതിന്യായ കോടതി. പരമോന്നതമായ നീതിന്യായ കോടതിയിലെ പരമോന്നതനായ ഒരു ജഡ്ജി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സത്യവും ധർമ്മവും തെളിഞ്ഞു കാണുന്ന ഒരു രൂപമാണ്. ഒരു കോടതി മുറിക്കകത്ത് വാക്കുകൾ പോലും വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. കാരണം കോടതി മുറിയെ അങ്ങനെയാണ് ഒരു നാട് കാണുന്നത്. അതിന്റെ രാഷ്ട്രീയവും അതിന്റെ സ്വഭാവശുദ്ധിയും അതിന്റെ ജാതിബോധങ്ങളും ഇന്ത്യയുടെ നീതിന്യായ ശാസ്ത്രങ്ങൾ ഒരുപാട് നമുക്ക് മുന്നിൽ തെളിച്ച് കാണിച്ചിട്ടുള്ളതാണ്. അതിലേക്കൊന്നും ഇപ്പൊ നമ്മൾക്ക് പോകേണ്ടതില്ല. പക്ഷെ ഈ സംഭവം ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലും മാറ്റാത്ത ഒരു ഏടായി മാറുന്നത് B.R. ഗവായി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രതീകമായ ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മാത്രമല്ല, ഈ കോടതി മുറിയിലെ ഏതെങ്കിലും ഒരു കോണിൽ ഉച്ചത്തിലൊരു വാക്ക് പോലും പറയാൻ ഇന്ത്യയിലെ ഒരു പൗരനും തയ്യാറാവില്ലെന്നുള്ളതാണ് ഈ നീതിന്യായ വ്യവസ്ഥയുടെ ആണിക്കല്ല്. അങ്ങനെ ഒരു കോടതിയിൽ സധൈര്യം ഇങ്ങനെ കൈയുയർത്തി ചെരുപ്പൂരി B.R. ഗവായി എന്ന് പറയുന്ന ഇന്ത്യയുടെ പരമോന്നതനായ നീതിമാനോട് ഇങ്ങനെ എറിയാൻ ഒരാൾ മനസ്സിൽ വിചാരിച്ചു എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ആർഷഭാരത സംസ്കാരത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്താ അതിന് സംശയം? കാരണം ആ ചെരുപ്പറിയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെരുപ്പറിഞ്ഞത് എന്ന് ചോദിക്കുന്നതിന് മുന്നേ സനാതന ധർമ്മത്തെക്കുറിച്ച് സംരക്ഷിക്കാൻ ഞങ്ങളുടെ ജീവൻ പോലും ഞങ്ങൾ കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചെരുപ്പറിയാൻ വേണ്ടി അയാൾ തയ്യാറാവുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രം എവിടെയാണ്? ഇത് ജനാധിപത്യ ഇന്ത്യയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഇവിടെ ഒരു നിഴല് പോലെ നമ്മളുടെ ജനതയുടെ മേലൊരു കരിമ്പടം പോലെയും ഈ രാജ്യത്ത് അലിഖിതമായിട്ടുള്ളതുമായിട്ടുള്ള സാമൂഹ്യ നീതിശാസ്ത്രമായ ജാതിശാസ്ത്രമായ മനുസ്മൃതിയും ഹിന്ദുത്വവുമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അത് തിരിച്ചറിയുമ്പോഴാണ് പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക. ഈ രാജ്യത്തെ നയിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ ബോധമല്ല, മറിച്ച് അതിന്റെ മൂല്യബോധമല്ല, മറിച്ച് ജാതിബോധമാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ പ്രതിഷേധത്തിന്റെ 100 അഗ്നിജ്വാലകളിൽ കേരളത്തിലും നില ഈ നാട്ടിൽ ഉയരുക തന്നെ ചെയ്യും. ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഒരു തർക്കവും വേണ്ട. പഴയതുപോലെയല്ല, പഴയ കാലമല്ല. നമ്മളിവിടെ ഒരു പരിപാടി പറഞ്ഞു, പഴയ കാലമല്ല, ഞങ്ങൾ പഴയ ആളുകളുമല്ല എന്ന്. അത് തന്നെയാണ്. അങ്ങനെയൊന്നും ഒരു പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ന്യൂസ് ചാനലുകൾ ഇത് നിങ്ങൾക്കൊരു വിഷയമല്ലാതായി തീർന്നാലും ഈ രാജ്യത്തിന്റെ ദളിതന്റെ മനസ്സിൽ, ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള പൗരന്റെ മനസ്സിൽ, ഈ രാജ്യത്ത് മതേതരത്വം പുലരണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ മനസ്സിൽ, അതായത് ഭാരതീയരുടെ മനസ്സിൽ ഇതൊരു കളങ്കമാണെങ്കിൽ ആ കളങ്കത്തിന് നേരെയുള്ള പ്രതിഷേധങ്ങൾ കെട്ടടങ്ങാതെ തന്നെ ഇരിക്കും, ഇങ്ങനെ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഇത് ആവർത്തിച്ചാൽ വിചാരിക്കാത്ത തലത്തിൽ ഈ രാജ്യം കാണുന്ന ഇതുവരെ കണ്ട എല്ലാ പ്രക്ഷോഭങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ രാജ്യത്തെ അഗ്നിശുദ്ധി വരുത്തുന്ന തരത്തിൽ, ഈ ജാതിബോധത്തിൽ നിന്ന്, ഈ മനുസ്മൃതിയിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തുന്ന തരത്തിലേക്കുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് ഇന്ത്യയിലെ ദളിത് ജനത പോകുന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ഇത് നിസ്സാരവൽക്കരിച്ച് കളഞ്ഞില്ലേ? നിങ്ങൾക്ക് പട്ടടയാഭരണങ്ങളും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വർണ്ണ തരികളുമാണെന്ന വിഷയം ഇവിടെ ഒന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നല്ലോ. ഏറ്റവും വലിയ നീതിമാനായിട്ടുള്ള ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് നേരെ ഒരാൾ ഷൂ എടുത്തെറിഞ്ഞത് നിങ്ങൾക്ക് ചർച്ചയല്ലല്ലേ?
എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കിക്കോ, ഇത് ഇന്ത്യയിലെ ദളിത് വിഭാഗത്തിന്റെ മനസ്സിലൊരു നീറുന്ന പ്രതിഷേധ ജ്വാലയായി തന്നെയാണ് കെടാതെ നിൽക്കുന്നത്. അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങൾ ഇവിടെ മാത്രം നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് കഴിയുന്ന സ്ഥലങ്ങളിൽ, കഴിയുന്ന മേഖലകളിൽ, കഴിയുന്ന നാടുകളിൽ എല്ലാം ഞങ്ങൾ ഇതിന്റെ പേരിൽ പ്രതിഷേധങ്ങളുമായിട്ട് വരും. ഇവിടെ കൂടിയിരിക്കുന്ന PKSന്റെ പ്രിയപ്പെട്ടവരെ, PKSന്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ. ഉള്ളവരെ, നമ്മുടെ സമരം അവസാനിക്കുകയാണ്. ഈ സമരത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാവും MLA കൂടിയായിട്ടുള്ള സഖാവ് വി ജോയി സഖാവ്, PKSന്റെ ജില്ലാ സെക്രട്ടറി, അതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റുമാർ, അതുപോലെ ഈ സായാഹ്ന ധർണയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ PKS കുടുംബാംഗങ്ങളെയും കുടുംബാംഗങ്ങൾക്കുമുള്ള PKSന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി.